Day 1. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 9th ചാപ്റ്റർ ആയ ഇന്റർനെറ്റ് എന്നതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സർവീസസ് ഓൺ ഇന്റർനെറ്റ് ആണ്. അതായത് ഇന്റർനെറ്റ് നമുക്ക് തരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്കറിയാം ഇന്റർനെറ്റ് നമുക്ക് ധാരാളം സേവനങ്ങൾ തരുന്നുണ്ട്. ആ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഇന്റർനെറ്റ് നമുക്ക് തരുന്ന ഒരു സേവനമാണ്, ഒരു സർവീസാണ് എന്ത്, WWW. നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് എന്ത്, വേൾഡ് വൈഡ് വെബ്. അത് ഇന്റർനെറ്റ് നമുക്ക് തരുന്ന ഒരു മെയിൻ സർവീസാണ്. ഓക്കെ, അതെന്താണെന്ന് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു സർവീസാണ് എന്ത്, സെർച്ച് എൻജിൻ. നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു ഫെസിലിറ്റി, ഒരു സർവീസ് ആയിട്ട് തരുന്നുണ്ട്, ഇന്റർനെറ്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് ഇമെയിൽ. ഇത് നമുക്ക് ഫെമിലിയർ ആണ്, ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയും. ഓക്കെ, അതിന്റെ ലാസ്റ്റ് വൺ എന്താണ്, സോഷ്യൽ മീഡിയ. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് തരുന്ന സർവീസുകൾ. ആര് തരുന്നത്, ഇന്റർനെറ്റ് നമുക്ക് തരുന്ന സർവീസുകൾ. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സർവീസുകളും എന്താണെന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഏതാണ്, WWW ആണ്, വേൾഡ് വൈഡ് വെബ്. വെരി ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് എന്ത്, ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇസ് എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആക്സസ്ഡ് ത്രൂ ദി ഇന്റർനെറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സിന് ഇന്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, WWW. ഓക്കെ, വൺസ് അഗെയിൻ, പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇത്തരം ഡോക്യുമെന്റ്സിനെ ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, WWW എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, WWW is a huge client-server system consisting of millions of clients and servers connected together. Okay, അതായത് ഇതൊരു ആക്ച്വലി ക്ലയന്റ് സെർവർ കണക്ടിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് ധാരാളം മില്യൺസ് ഓഫ് ക്ലയൻസ് ഉണ്ടായിരിക്കും, അതുപോലെ സെർവേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് സെർവർ മെയിൻറ്റെയിൻ എ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. ഓരോ സെർവറും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ധാരാളം ഡോക്യുമെന്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആ സെർവറിനകത്ത്, ഓരോ സെർവറിനകത്തും എന്തുണ്ടായിരിക്കും, ധാരാളം ഡോക്യുമെന്റ് കളക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഡോക്യുമെന്റ് കളക്ഷൻ എന്ത് രൂപത്തിലാവാം, ടെക്സ്റ്റ് രൂപത്തിലാവാം, ഇമേജ് രൂപത്തിലാകാം, വീഡിയോ രൂപത്തിലാകാം, ആൻഡ് അതർ മൾട്ടിമീഡിയ രീതിയിലായിരിക്കാം. ഇതൊക്കെ നമ്മൾ എവിടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ സെർവറിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സെർവർ മാത്രമാവില്ല, മില്യൺസ് ഓഫ് ക്ലയൻസ് ആൻഡ് സെർവേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെർവറിൽ കിടക്കുന്ന ഈ ഡാറ്റകൾ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ആവശ്യം വരും ആർക്ക്, ക്ലയന്റിന്. അപ്പൊ ക്ലയന്റ് എന്ത് ചെയ്യും, സെർവറിന് റിക്വസ്റ്റ് ചെയ്യും, എനിക്ക് ഇന്ന ഡാറ്റ വേണം, ഇൻഫോർമേഷൻസ് വേണം എന്ന് പറയും. ഓക്കെ, അപ്പൊ സെർവർ എന്ത് ചെയ്യും, ആവശ്യക്കാർക്ക്, ഏത് ക്ലയന്റ് ആണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സ് ആർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നത്, ക്ലയന്റിന് തിരിച്ചയച്ചു കൊടുക്കുന്നത്. ഈ ഒരു വലിയൊരു ഹ്യൂജ് ക്ലയന്റ് സെർവർ സിസ്റ്റം ആണ് എന്ത്, ആക്ച്വലി WWW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലയന്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ റിക്വസ്റ്റ് അനുസരിച്ച് ഇൻഫോർമേഷൻ തിരികെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണം, ധാരാളം സെർവേഴ്സുകൾ വേണം. ഈ സെർവറുകൾക്ക് എന്ത് വേണം, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഇൻഫോർമേഷനും എവിടെ സ്റ്റോർ ചെയ്തിരിക്കണം, ഇത്തരം സെർവറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. WWW ഈസ് എ ഇൻഫോർമേഷൻ സൂപ്പർ ഹൈവേ. WWW നമുക്ക് എന്ത് പറയാം, ഒരു ഇൻഫോർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയാം. കാരണം അതിനകത്തില്ലാത്ത ഇൻഫോർമേഷൻ ഇല്ല. വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഇൻഫോർമേഷനും അതിനകത്തുണ്ടായിരിക്കും, ഈ WWW എന്ന ടേമിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് എ റെഫറൻസ് കാർഡ് URL. ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ, URL റെഫറൻസിലൂടെ. URL നമ്മൾ പഠിച്ചാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇത്തരം ഒരു റെഫറൻസിലൂടെ ഈ സൂപ്പർ ഹൈവേ, അതായത് ഇൻഫോർമേഷൻ സൂപ്പർ ഹൈവേ കിടക്കുന്ന ഇൻഫോർമേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, WWW കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി ആ www വേൾഡ് വൈഡ് വെബ് ഇതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. എന്തൊക്കെയാണ് ടേംസ് നോക്കാം. ഫസ്റ്റ് ബ്രൗസർ ആണ്. ഇത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ബ്രൗസർ. ആക്ച്വലി ബ്രൗസർ എന്താ നോക്കാം. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. ഇതൊരു ആക്ച്വലി സോഫ്റ്റ്വെയർ ആണ് that are used to access documents from the servers in the form of web page. മുകളിൽ നമ്മൾ പറഞ്ഞു സെർവറുകൾ ധാരാളം ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്തരം ഡോക്യുമെന്റ്സ് വെബ് പേജ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് സൈഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്, ബ്രൗസർ. ഓക്കെ, വൺസ് അഗെയിൻ ഒരു തവണ കൂടി പറയാം. അതായത് സെർവറിൽ ധാരാളം ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. ഇത്തരം ഡോക്യുമെന്റ്സ് യൂസർക്ക് വ്യൂ ചെയ്യിക്കണം. ഏത് രൂപത്തില്, വെബ് പേജ് രൂപത്തിൽ. ഓക്കെ, അങ്ങനെ വെബ് പേജ് രൂപത്തിൽ സെർവറിൽ കിടക്കുന്ന ഡോക്യുമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്, ബ്രൗസേഴ്സ്. ഓക്കെ, നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ധാരാളം ബ്രൗസേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഗൂഗിൾ ക്രോം, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഒപ്പേറ, സഫാരി. ഇതൊക്കെ എന്താണ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രൗസിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഈ ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് കിടക്കുന്ന, അതായത് വേൾഡ് വൈഡ് വെബിൽ കിടക്കുന്ന ഡോക്യുമെന്റ്സിനെ വെബ് പേജ് രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം. ആ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വെബ് ബ്രൗസിംഗ് ആണ്. എന്താണ് വെബ് ബ്രൗസിംഗ്? ഇതൊരു പ്രോസസ്സാണ്. അതായത് നമ്മൾ സാധാരണ വെബ് പേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. ഡോക്യുമെന്റ്സ് റീഡ് ചെയ്യാനോ കാണുന്നതിനോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും, മൂവ് ചെയ്യും, അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, വെബ് ബ്രൗസിംഗ്. ഓക്കെ, അപ്പോൾ വെബ് ബ്രൗസിംഗ് മീൻസ് ദി നാവിഗേഷൻ ത്രൂ ദി വെബ് പേജസ് ത്രൂ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ വെബ് പേജിലൂടെ നമ്മൾ മൂവ് ചെയ്യുക, അത് നാവിഗേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസിംഗ് എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഹൗ ടു ഓപ്പൺ എ വെബ്സൈറ്റ് ഓൺ ദി ബ്രൗസർ. ഒരു ബ്രൗസറിൽ നമ്മൾ എങ്ങനെയാണോ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കുറെ സ്റ്റെപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വെബ്സൈറ്റ് നമ്മളെ ബ്രൗസറിൽ എങ്ങനെ ഓപ്പൺ ചെയ്യപ്പെടുന്നു എന്നതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സൈറ്റിന്റെ പേരെന്താണ്, www.kerala.gov.in ആണ്. ഓക്കെ, ആ ഒരു URL നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യുന്ന, ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ടൈപ്പ് ദി www.kerala.gov.in എന്ന URL നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യുന്ന, ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് തീർന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് വരുന്നത്. എന്താ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്, ദി ബ്രൗസർ ഡിറ്റർമൈൻ ദി URL എന്റേഡ്. നമ്മൾ എൻ്റർ ചെയ്ത URL അത് തിരിച്ചറിയുന്ന ബ്രൗസർ തിരിച്ചറിയുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, ഡിറ്റർമൈൻ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, then the browser send the request to the DNS server of the user's ISP to get the IP address of the URL. ഓക്കെ, അങ്ങനെ നമ്മൾ URL ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത്, ബ്രൗസർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എങ്ങോട്ട്, DNS സെർവറിലേക്ക്. DNS മീൻസ് നമുക്കറിയാം ഡൊമൈൻ നെയിം സിസ്റ്റം സെർവേഴ്സ്. ഈ ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറിൽ എന്തുണ്ടായിരിക്കും, വേൾഡ് വൈഡായി കിടക്കുന്ന എല്ലാ സെർവറിന്റെയും IP അഡ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ റിക്വസ്റ്റ് എങ്ങോട്ടാണ് സെൻഡ് ചെയ്യുന്നത്, DNS സെർവറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, കറസ്പോണ്ടിങ് IP അഡ്രസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതായത് www.kerala.gov.in എന്ന URL ആക്ച്വലി എന്തുണ്ട്, ഒരു IP അഡ്രസ് ഉണ്ട്. ആ IP അഡ്രസ് ഏതോ ഒരു സെർവറിലാണ് കിടക്കുന്നത്, നമുക്കറിയില്ല. അപ്പോൾ ആ IP അഡ്രസ് ഉണ്ടോ എന്ന് നമ്മൾ ആരോട് റിക്വസ്റ്റ് ചെയ്യുന്ന, ആദ്യം DNSനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ DNSലേക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം റിക്വസ്റ്റ് എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്, DNSലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DNSലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ IP അഡ്രസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, DNS എത്തിക്കഴിഞ്ഞാൽ ദി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് DNS സെർവർ റിപ്ലേസ് വിത്ത് ദി IP അഡ്രസ്. ഓക്കെ, അതായത് DNS സെർവറിനകത്ത് കിടക്കുന്ന IP അഡ്രസ് ആർക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും, ബ്രൗസറിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മൾ IP അഡ്രസ് റിക്വസ്റ്റ് കൊടുക്കുന്നു, DNS സെർവറിലേക്ക് കൊടുക്കുന്നു. DNS സെർവർ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് IP അഡ്രസ് നമുക്ക് തിരികെ അയച്ചു തരുന്നു, ബ്രൗസറിലേക്ക് തിരികെ അയച്ചു തരുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, then the browser make a TCP connection
to the web server at the IP address. നമുക്ക് അയച്ചു തന്ന IP അഡ്രസ് വെച്ച് നമ്മുടെ ബ്രൗസറും സെർവറും തമ്മിൽ ഒരു TCP കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആര് തമ്മിൽ? നമ്മുടെ ബ്രൗസറും നമുക്ക് തന്ന IP അഡ്രസ്സും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കണക്ഷൻ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കണക്ഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ then it send a get request for the required file to the web server. ഓക്കെ, അങ്ങനെ കണക്ഷൻ റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു. എങ്ങോട്ട്? സെർവറിലേക്ക്. എന്തിനു വേണ്ടി? നമ്മുടെ ആവശ്യപ്പെട്ട ഫയലിന് വേണ്ടി ഒരു ഗെറ്റ് റിക്വസ്റ്റ് എങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന? സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു, വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ദി വെബ് സെർവർ റിട്ടേൺസ് ദി വെബ് പേജ്. നമ്മൾ ഏത് ഫയലാണോ ചോദിച്ചിരിക്കുന്നത് ആ ഫയൽ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് എങ്ങോട്ട് എത്തിക്കും? ബ്രൗസറിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇനി 8th സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ദി ബ്രൗസർ പ്രോസസ് ദി കണ്ടന്റ്. റിട്ടേൺ ചെയ്യുന്ന ഇതിന്റെ മുകളിൽ ആര് പ്രോസസ് ചെയ്യും? ബ്രൗസർ പ്രോസസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു വെബ് പേജ് രീതിയിൽ അത് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്ര സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന? നമ്മൾ ഉദ്ദേശിച്ച ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഇമേജ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതാണ് ബ്രൗസർ, നമ്മളിരിക്കുന്ന സിസ്റ്റം. ഇത് DNS സെർവർ, ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ ആണ്. ഇത് വെബ് സെർവർ ആണ്. ഈ DNS സെർവറിൽ എന്തുണ്ടായിരിക്കും? എല്ലാ വെബ് സെർവറും, ഒരു വെബ് സെർവർ മാത്രമല്ല ധാരാളം വെബ് സെർവർ ഉണ്ടാവും. ഇത്തരം വെബ് സെർവറിന്റെ IP അഡ്രസ് എവിടെ ഉണ്ടായിരിക്കും? DNS സെർവറിനകത്തുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്ന ഒരു URL വഴി IP അഡ്രസ് റിക്വസ്റ്റ് ചെയ്യും. എങ്ങോട്ട്? DNS സെർവറിലേക്ക്. ഓക്കെ, DNS സെർവർ എന്ത് ചെയ്യും? DNS സെർവറിനകത്ത് ഉദ്ദേശിച്ച റിക്വസ്റ്റ് ചെയ്ത IP അഡ്രസ് ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ IP അഡ്രസ് ആർക്ക് സെൻഡ് ചെയ്യും? ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ബ്രൗസറിന് IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ബ്രൗസറും കിട്ടിയ IP അഡ്രസ് നമ്മൾ എന്ത് ചെയ്യുന്ന? ഒരു കണക്ഷൻ റിലീസ് ചെയ്യും. TCP കണക്ഷൻ ഉണ്ടാക്കും. ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന രീതിയിൽ ഒരു കണക്ഷൻ ആ റിക്വയർഡ് IP അഡ്രസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ റെഡിയായി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന? ഒരു ഗെറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് സെർവറിലേക്ക്. ആ വെബ് സെർവർ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള ഫയലിനെ റിട്ടേൺ ചെയ്യുന്ന എങ്ങോട്ട്? ബ്രൗസറിലേക്ക്. ഓക്കെ, ബ്രൗസറിൽ എന്ത് ചെയ്യും? ഈ ഡോക്യുമെന്റ്സ് വരും. സെർവറിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് ബ്രൗസറിൽ വരും. ബ്രൗസർ എന്ത് ചെയ്യും? ആ ഡോക്യുമെന്റ്സിന്റെ ഒരു വെബ് പേജ് രീതിയിൽ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് എവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്താണ്? സെർച്ച് എഞ്ചിൻ. നമ്മൾ മുകളിൽ പറഞ്ഞു എന്തിനാണ് സെർച്ച് എഞ്ചിന്റെ യൂസേജ്. ഓക്കെ, നോക്കാം. ഇറ്റ്സ് എ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ഇതൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആണ് that are designed to help the people to find information available in World Wide Web. Okay, അതായത് വേൾഡ് വൈഡ് വെബിൽ ധാരാളം ഇൻഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ റിസ്ക് ആണ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ വേൾഡ് വൈഡ് വെബിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് എന്ത്? സെർച്ച് എഞ്ചിൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കിടക്കുന്ന ധാരാളം ഇൻഫോർമേഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മാത്രം ഫൈൻഡ് ചെയ്ത് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് എന്ത്? സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഇനി ഇറ്റ് യൂസസ് ദി പ്രോഗ്രാംസ് കാൾഡ് ക്രോൾസ് ഓർ സ്പൈഡർ ഓർ റോബോട്ട്സ്. അതായത് ഈ ഫൈൻഡ് ചെയ്യാൻ ധാരാളം ഡോക്യുമെന്റ്സ് നിന്ന് നമ്മൾ സം കീവേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആയ സെർച്ചിങ് നടക്കണം. അങ്ങനെ ക്ലിയർ ആയ സെർച്ചിങ് നടക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാംസ് യൂസ് ചെയ്യണം. ഓക്കെ, അത്തരം പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ക്രോവൽസ് പറയാറുണ്ട്. അതുപോലെ സ്പൈഡർ പ്രോഗ്രാം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റോബോട്ട്സ് എന്ന പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യുന്ന? സെർച്ച് എഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സെർച്ച് എഞ്ചിനുള്ളത്? ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്, യാഹൂ സെർച്ച് ഉണ്ട്, ആസ്ക് ഉണ്ട്. ഇതെല്ലാം എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. ഓക്കെ, ഇത്ര നെയിംസ് ഓർത്തിരിക്കും. അടുത്ത പോയിന്റ് ഇമെയിൽ ആണ്, ഇലക്ട്രോണിക് മെയിൽ. ഇതും ഇന്റർനെറ്റ് നമുക്ക് തരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് സർവീസ് ആണ്. ഓക്കെ, എന്താ നോക്കാം. ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ ഡിജിറ്റൽ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഇമെയിൽ. വൺസ് അഗെയിൻ
ഇന്റർനെറ്റിലൂടെ ഡിജിറ്റൽ മെസ്സേജ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഇമെയിൽ എന്ന സർവീസ്. ഓക്കെ, ഇനി ഇമെയിലിന്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ ഓഫ് ഇമെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡിയുടെ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ നമ്മള് SERT@gmail.com. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചർ 2 പാർട്ടാണുള്ളത്. ഈ പാർട്ടിനെ @ എന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ട് 2 പാർട്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പാർട്ട് നോക്കാം. There is a 2 parts in emails separated by _ symbol. നമ്മൾ നേരത്തെ പറഞ്ഞു _ symbol യൂസ് ചെയ്തിട്ട് ഇമെയിൽ സ്ട്രക്ചറിനെ 2 പീസ് ആക്കിയിട്ടുണ്ട്, 2 പാർട്ട് ആക്കിയിട്ടുണ്ട് പറഞ്ഞു. ദി ഫസ്റ്റ് പാർട്ട് ഈസ് ദി യൂസർ നെയിം. ഫസ്റ്റ് പാർട്ട് എന്താണ്? യൂസർ നെയിം ആണ്. ഓക്കെ, യൂസറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെ. ദാറ്റ് ഐഡന്റിഫൈസ് ദി അഡ്രസ്സി. ആരെയാണോ അഡ്രസ് ചെയ്യുന്നത് അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം എന്താണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് യൂസർ നെയിം. ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഈസ് ദി ഡൊമൈൻ നെയിം. സെക്കൻഡ് പാർട്ട് എന്താണ്? ഡൊമൈൻ നെയിം ആണ്. ഓക്കെ, എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓഫ് സർവീസ് പ്രൊവൈഡർ. നമുക്ക് തരുന്ന ആ സർവീസ് ഉണ്ടല്ലോ, ഈ ഇമെയിൽ എന്ന സർവീസ് തരുന്നുണ്ടല്ലോ, ആ സർവീസ് തരുന്ന പ്രൊവൈഡറിന്റെ പേരായിരിക്കും എന്താണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ദി ഇമെയിൽ ക്ലയന്റ് ആപ്ലിക്കേഷൻ യൂഷ്വലി യൂസ് ദി 3 ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇമെയിൽ എന്നൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണം, എക്സ്ചേഞ്ച് ചെയ്യണം. 2 സിസ്റ്റം അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണം? ഈ 2 സിസ്റ്റം എന്ത് കീപ്പ് ചെയ്യണം? സ്പെഷ്യൽ പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്തരം പ്രോട്ടോകോൾസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. സെക്കൻഡ് വൺ IMAP, ഏതാണ്? ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് വൺ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത്തരം പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഇമെയിൽ സർവീസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പ്രോട്ടോകോൾസ് ജസ്റ്റ് ഓർത്തിരിക്കുക. POP, IMAP ആൻഡ് SMTP. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇമെയിൽ മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, ദി പോപ്പുലർ ഇമെയിൽ ക്ലയന്റ് ആപ്ലിക്കേഷൻസ് ആർ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് മോസില്ല തണ്ടർബേർഡ്. അത് പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഉണ്ട് ഒരെണ്ണം, എന്നിട്ട് മോസില്ല തണ്ടർബേർഡ് ഉണ്ട്. ഓക്കെ, ദെൻ സെക്ഷൻസ് ഓഫ് ആൻ ഇമെയിൽ. ഒരു ഇമെയിൽ വരുന്ന പാർട്സ് എന്തൊക്കെ സെക്ഷൻസ് ആണ് വരുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയുന്ന കേസാണ് ഫസ്റ്റ് വൺ. 2 മീൻസ് ആർക്കാണോ സെൻഡ് ചെയ്യാന്ന് പോകുന്നത് പ്രൈമറി അഡ്രസ്. ആർക്കാണോ ഫസ്റ്റ് ടൈമിൽ നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്ന അയാളുടെ അഡ്രസ് ആണ് പ്രൈമറി അഡ്രസ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ CC, കാർബൺ കോപ്പി. അതേ മെസ്സേജ് മറ്റൊരാൾ കൂടെ സെൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാർബൺ കോപ്പി യൂസ് ചെയ്യുന്നത്, അതായത് അഡ്രസ് ഓഫ് സെക്കൻഡറി, രണ്ടാമത്തെ ആളുടെ അഡ്രസ്. നെക്സ്റ്റ് BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ അഡ്രസ്, മൂന്നാമത്തെ ആളുടെ അഡ്രസ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ്? ഈ മൂന്നാമത് അയക്കുന്ന ആളുടെ അഡ്രസ് ആർക്ക് കാണാൻ സാധിക്കില്ല? പ്രൈമറി അഡ്രസ്സുള്ള ആൾക്കും സെക്കൻഡറി അഡ്രസ്സുള്ള ആൾക്കും കാണാൻ സാധിക്കില്ല. അതെന്തിന്റെ പ്രത്യേകത? ബ്ലൈൻഡ് കാർബൺ കോപ്പിയുടെ പ്രത്യേകത. വൺസ് അഗെയിൻ, ബ്ലൈൻഡ് കാർബൺ കോപ്പി കൊടുക്കുന്ന അഡ്രസ് ആർക്ക് കാണാൻ സാധിക്കില്ല? പ്രൈമറി അഡ്രസ്സുള്ള ആൾക്കും സെക്കൻഡറി അഡ്രസ്സുള്ള ആൾക്കും കാണാൻ സാധിക്കില്ല. അതാണ് എന്തിന്റെ പ്രത്യേകത? BCCയുടെ പ്രത്യേകത, ബ്ലൈൻഡ് കാർബൺ കോപ്പിയുടെ പ്രത്യേകത. ഓക്കെ, പിന്നെ വരുന്നതാണ് അടുത്തൊരു കണ്ടന്റ് ആണ് സബ്ജക്ട്. കാരണം മെസ്സേജ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് മീൻ ചെയ്യണം? സബ്ജക്ട് മീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ചെറിയ കോളം ഉണ്ടായിരിക്കും, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ജക്ട് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കണ്ടന്റ് മീൻസ് ആക്ച്വൽ മെസ്സേജ് എന്താണോ സെൻഡ് ചെയ്യാൻ പോകുന്നത് അത് നമ്മളവിടെ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് ഫ്രം, ആരാണോ അയക്കുന്ന അയാളുടെ അഡ്രസ് ഇവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് 2, പ്രൈമറി അഡ്രസ് CC, സെക്കൻഡറി അഡ്രസ് BCC, തേർഡ് പാർട്ടി അഡ്രസ് ആൻഡ് സബ്ജക്ട് ആൻഡ് ടെക്സ്റ്റ് ബോഡി. ഇത്രയാണ് എന്ത്? ഇമെയിലിന്റെ പാർട്സ്. ഓക്കെ, ഓർത്തിരിക്കുക. ഞാൻ അടുത്തത് വർക്കിംഗ് ഓഫ് ഇമെയിൽ ആണ്. ഇമെയിൽ എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. ഇമേജ് തന്നിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് അതിന്റെ തിയറി ഏരിയ നോക്കാം. ദി മെയിൽ reaches the email server of our email service provider. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സംഭവിക്കുന്നത്? ദി മെയിൽ റീച്ചസ് ദി ഇമെയിൽ സെർവർ ഓഫ് അവർ ഇമെയിൽ സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ
എന്താ സംഭവിക്കുന്നത്? ആ സെൻഡ് ചെയ്ത മെസ്സേജ് നമ്മുടെ ഇമെയിൽ സെർവർ സ്റ്റോർ ചെയ്യും. ആ ഇമെയിൽ സെർവർ ആരുടെ ആയിരിക്കും? നമുക്ക് ആ സർവീസ് തരുന്ന പ്രൊവൈഡറിലായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ദി മെയിൽ റീച്ചസ് ദി ഇമെയിൽ സെർവർ ഓഫ് അവർ ഇമെയിൽ സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ജിമെയിലാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത് വിചാരിച്ചോളൂ. അപ്പൊ ജിമെയിൽ ഒരു സെർവർ ഉണ്ട്, ഇമെയിൽ സെർവർ ഉണ്ട്. അപ്പൊ ആ ഇമെയിൽ സെർവറിലാണ് നമ്മൾ സെൻഡ് ചെയ്ത ഈ മെസ്സേജ് എത്തുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് എവിടെ എത്തി? നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർവറിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫ്രം ദർ, ഇവിടെ നിന്ന് ദി മെസ്സേജ് ഈസ് റൂട്ടഡ് ഫ്രം സെൻഡേഴ്സ് ഇമെയിൽ സെർവർ ഓൾ ദി വേ ടു ദി റെസിപ്പിയൻസ് ഇമെയിൽ സെർവർ. ഓക്കെ, ഇപ്പൊ ഞാൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എവിടെ എത്തും? സെർവറിലെത്തും. ആ സെർവർ ഏത് സെർവറായിരിക്കും? എനിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർവറിലായിരിക്കും എത്തുന്നത്. ഓക്കെ, ഈ സെർവറിൽ നിന്ന് മെസ്സേജ് എന്ത് ചെയ്യും? റൂട്ട് ചെയ്യപ്പെടും. എങ്ങോട്ട്? റെസിപ്പിയൻസ് ഇമെയിൽ സെർവറിലേക്ക്. ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളുടെ ഇമെയിൽ സെർവറിലേക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, ദി റെസിപ്പിയൻസ് ഇമെയിൽ സെർവർ ദെൻ ഡെലിവർ ദി ഇമെയിൽ ടു റെസിപ്പിയൻസ് മെയിൽ ബോക്സ്. അതായത് ആ സെർവർ എന്താ ചെയ്യുക? വന്ന മെസ്സേജ് ആർക്കാണോ സെൻഡ് ചെയ്തിരിക്കുന്നത് അയാളുടെ ഇമെയിൽ ബോക്സിലേക്ക് അത് ഡെലിവർ ചെയ്യും. ഓക്കെ, ഇനി ഈ റെസിപ്പിയൻ എപ്പോഴാണോ ആ ഇമെയിൽ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യാം? ആ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വൺസ് അഗൈൻ ആദ്യം മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ മെസ്സേജ് എവിടെ ചെല്ലുന്നു? ഇമെയിൽ സെർവറിൽ ചെല്ലുന്നു. ഓക്കെ, ഈ ഇമെയിൽ സെർവറിൽ നിന്ന് എന്ത് ചെയ്യും? ആ മെസ്സേജ് സെൻഡ് ചെയ്യും. ആർക്ക്? റിസീവറിന്റെ ഇമെയിൽ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇമെയിൽ സെർവറിൽ നിന്ന് എന്ത് ചെയ്യും? റിസീവറിന്റെ മെയിൽ ബോക്സിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴാണോ മെയിൽ ബോക്സ് ആ യൂസർ ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴെന്ത് ചെയ്യാം? ആ മെസ്സേജ് പുള്ളിക്കാരനത് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതോടെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഇമെയിൽ ആണ്. ഇമെയിൽ യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, വെരി സിമ്പിൾ. സ്പീഡ്, വളരെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈസി ടു യൂസ് ചെയ്യാൻ ഈസിയാണ്. പ്രൊവിഷൻ ഓഫ് അറ്റാച്ച്മെന്റ്, നമുക്ക് എന്ത് ചെയ്യാം? അറ്റാച്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ഗ്രീറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫയലോ അല്ലെങ്കിൽ ഇമേജസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. കാരണം നമ്മൾ പേപ്പറോ പേനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇലക്ട്രോണിക് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു സർവീസ് ആണ് എന്ത്? മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവീസ് ആണ് എന്ത്? ഇമെയിൽ സർവീസ്. കോസ്റ്റ് എഫക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് അവൈലബിൾ എനിവേർ എനി ടൈം, ഏത് സമയം എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് മേ ക്യാരി വൈറസ്, ഇമെയിലൂടെ എന്ത് സംഭവിക്കാം? വൈറസ് കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ജങ്ക് മെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? അൺവാണ്ടഡ് മെയിൽസ് ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത മെയിൽസ് വലിയ കമ്പനികളുടെയോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെയോ അവിടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ആവശ്യമില്ലാത്ത കുറെ മെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് തരുന്നത് ജങ്ക് മെയിൽസ്. ഇത്രയും ജങ്ക് മെയിൽസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അത് നമുക്കൊരു ബേർഡൻ ആണ്. അപ്പൊ ഇമെയിലിന്റെ മറ്റൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ജങ്ക് മെയിൽസ് എന്നാണ്. ഓക്കെ, അടുത്ത മെയിൻ പോയിന്റ് സോഷ്യൽ മീഡിയ ആണ്. അടുത്ത സർവീസ് ആണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. എന്താ നോക്കാം. ഇറ്റ് റെഫർ ടു യൂസ് the mobile and web-based technologies through which individuals and communities can create, share, discuss and modify content. Okay, ഒന്നുമില്ല, മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടും വെബ് ബേസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടും നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്രിയേഷൻസും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിന്റെ ക്രിയേഷൻസും അത്ര ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതിന്റെ മുകളിൽ ഡിസ്കസ് നടത്താനും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് എന്ത്? സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ തോട്ട്സ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതിനെ മോഡിഫൈ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെയിൻ പ്ലാറ്റ്ഫോമാണ് എന്ത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
Classification of social media. There are various types of social media are available through the internet. ഇന്റർനെറ്റിലൂടെ നമുക്ക് ധാരാളം സോഷ്യൽ മീഡിയാസ് അവൈലബിൾ ആണ്. ഓക്കെ, എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഇന്റർനെറ്റ് ഫോറം ആണ്. എന്താണ് ഇന്റർനെറ്റ് ഫോറം? ഓക്കെ, ഇറ്റ്സ് ആൻ ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ്. ഇത് ആക്ച്വലി എന്താണ്? ഒരു ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ് ആണ്. പീപ്പിൾ ക്യാൻ എൻഗേജ് ഇൻ കോൺവെർസേഷൻ ഓൺ എ സ്പെഷ്യൽ ടോപ്പിക് കാൾഡ് ത്രെഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? സംവാദം നടത്താം, കൺവെർസേഷൻസ് നടത്താൻ സാധിക്കും. അത്തരം ടോപ്പിക്കിനെ പറയുന്ന പേരാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ത്രെഡ് എന്തായിരിക്കാം? മേ ബി സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഫിലിം എന്തിനൊക്കെ ആയിരിക്കാം. ഇതിനൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ടോപ്പിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്കിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, അത്ര ഒരു ആപ്ലിക്കേഷന് പറയുന്ന പേരാണ് ഇന്റർനെറ്റ് ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഫേമസ് ആയി യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് ഫോറമാണ് ഉബുണ്ടു ഫോറം. ഓർത്തിരിക്കുക, ഉബുണ്ടു ഫോറം ഫേമസ് ആയി യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ് ഫോറം ആണെന്ത്? ഉബുണ്ടു ഫോറം. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ബ്ലോഗ് ആണ്. എന്താണ് സോഷ്യൽ ബ്ലോഗ്? ഇറ്റ്സ് എ ഡിസ്കഷൻ ഓർ ഇൻഫോർമേഷണൽ വെബ്സൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എൻട്രീസ് ഓർ പോസ്റ്റ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എൻട്രി ഉണ്ടായിരിക്കും. അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ ഡിസ്കഷൻസ് നടത്താം. അല്ലെങ്കിൽ എന്താ ഇൻഫോർമേഷൻ വെബ്സൈറ്റ് ആണ്, ഡിസ്കഷൻ നടത്താൻ സാധിക്കും. അതുപോലെ ഇതെന്താണ്? ഒരു ഇൻഫോർമേഷൻ വെബ്സൈറ്റ് കൂടിയാണ്. ഇതിന് ധാരാളം പോസ്റ്റുകൾ വരും. ആദ്യം വരുന്ന പോസ്റ്റുകൾ എന്തായിരിക്കും? റീസെന്റ് ചെയ്ത പോസ്റ്റുകളായിരിക്കും. ആ രീതിയിൽ കുറെ പോസ്റ്റുകൾ വരും. ആ പോസ്റ്റിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കഷൻ നടത്താൻ സാധിക്കും. അതാണ് സോഷ്യൽ ബ്ലോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ blogger.com, wordpress.com. ഇതാണ് ഫേമസ് ആയി യൂസ് ചെയ്യുന്ന രണ്ട് സോഷ്യൽ ബ്ലോഗ്സ്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോ ബ്ലോഗ്സ്. അടുത്തത്, ഇറ്റ് അലൗസ് ദി യൂസേഴ്സ് ടു എക്സ്ചേഞ്ച് ഷോർട്ട് സെന്റൻസസ്, ഇൻഡിവിജ്വൽ ഇമേജസ് ഓർ വീഡിയോസ് ലിങ്ക്സ്. ഓക്കെ, വീഡിയോ ലിങ്കുകൾ, അതുപോലെ ഇൻഡിവിജ്വൽ ഇമേജ് ലിങ്കുകൾ, ഷോർട്ട് സെന്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ മൈക്രോ ബ്ലോഗിലൂടെ. ഓക്കെ, ഈസ് യൂസ് ടു ഷെയർ വാട്ട് ദേ ഒബ്സർവ് ഇൻ ദർ സറൗണ്ടിങ്. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ twitter.com. Then wikis. It allows the people to add content or edit existing information in web page. Okay, ഒരു വെബ് പേജിൽ ധാരാളം കണ്ടന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കണ്ടന്റ് നമുക്ക് പുതിയ ആഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഉള്ള കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആഡിക്കാൻ ചെയ്ത് മോഡിഫൈ ചെയ്യാൻ സാധിക്കും, എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ തരുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് എന്ത്? വിക്കീസ്. ഇറ്റ് അലൗസ് ദി പീപ്പിൾ ടു ആഡ് കണ്ടന്റ്, പുതിയ കണ്ടന്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഓർ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിലൊരു വെബ് പേജ് ആണ് എന്ത്? വിക്കീസ്. ഇറ്റ് ഈസ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇതൊരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, എക്സാമ്പിൾ wikipedia.org. നെക്സ്റ്റ് സോഷ്യൽ നെറ്റ്വർക്ക്. It allows the people to build personal web pages and then content with friends to communicate and share content. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഐഡിക്ക് അനുസരിച്ച് പുതിയ വെബ് പേജസ്, പേഴ്സണൽ വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്ര കണ്ടന്റ് എന്തായിരിക്കാം? ടെക്സ്റ്റ് ആയിരിക്കാം, പിക്ചേഴ്സ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം. ഓക്കെ, എക്സാമ്പിൾ facebook.com, linkedin.com. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? സോഷ്യൽ നെറ്റ്വർക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് ആണ്. ദീസ് ആർ വെബ്സൈറ്റ്സ്. ഒരു വെബ്സൈറ്റ് ആണ് ദാറ്റ് ഓർഗനൈസ് ആൻഡ് ഷെയർ കണ്ടന്റ് ലൈക്ക് ഫോട്ടോസ്, വീഡിയോസ്. ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്ത്? കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ് യൂട്യൂബ്, flickr.com. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കണ്ടന്റ് കമ്മ്യൂണിറ്റിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ സോഷ്യൽ മീഡിയയ്ക്കും അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്. അത്രയും എക്സാമ്പിൾസ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസ് ആണ് എന്തൊക്കെയാന്ന് നോക്കാം. വെരി സിമ്പിൾ, ബ്രിങ് ടു ദി പീപ്പിൾ ടുഗദർ. അകലെ കിടക്കുന്ന പഴയ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ സാധിക്കും. അതുപോലെ പുതിയ കൂട്ടുകാരെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ബ്രിങ് ടു പീപ്പിൾ ടുഗദർ എന്ന പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവന്റ്സ്. നമുക്ക് പല ഇവന്റ്സും ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഏതൊരു സാധിക്കും? സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കും. ഓക്കെ, ബിസിനസ് പ്രൊമോഷൻ.
പുതിയ ഐറ്റംസ്, പുതിയ ബിസിനസിന്റെ കാര്യങ്ങൾ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോഷ്യൽ സ്കിൽ ടു അലോ പീപ്പിൾ ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്. നമ്മുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എന്ത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻസ് ലിമിറ്റേഷൻ ഇൻ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ യൂസിന് ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻട്രൂഷൻ ടു പ്രൈവസി. പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണെന്ന് പറയുന്നത് ഇൻട്രൂഷൻ ടു പ്രൈവസി. ഓക്കെ, ദി പേഴ്സണൽ ഇൻഫോർമേഷൻ ഓഫ് യൂസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഓക്കെ, സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. ഇത്തരം പേഴ്സണൽ ഇൻഫോർമേഷൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഡിക്ഷൻ. ഇറ്റ് മേ ബി വേസ്റ്റ് ഓവർ വാല്യുബിൾ ടൈം. സോഷ്യൽ മീഡിയ ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനാണ്. അത്ര അഡിക്ഷൻ നമുക്ക് എന്തിന് കാരണമാകും? നമ്മുടെ വേസ്റ്റേജ് ഓഫ് വാല്യുബിൾ ടൈമിന് കാരണമാകും. ഓക്കെ, അതാണ് അഡിക്ഷൻ. നെക്സ്റ്റ്, സ്പ്രെഡ് റൂമറസ്. വേണ്ടാത്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, വേണ്ടതും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങൾ വളരെ സ്പീഡിൽ സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നെഗറ്റീവ് ആവാം ഓർ പോസിറ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് റൂമറസ്. നെക്സ്റ്റ്, ബെസ്റ്റ് പ്രാക്ടീസ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പ്രാക്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവോയ്ഡ് അൺനെസസറി അപ്ലോഡിംഗ് ഓഫ് പേഴ്സണൽ ഡാറ്റ. ആവശ്യമില്ലാതെ നമ്മളെ പേഴ്സണൽ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. സെറ്റിംഗ് ടൈം ഷെഡ്യൂൾ. സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യാൻ ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാം. സെറ്റ് യുവർ പ്രൈവസി ലെവൽ. നമ്മുടെ പ്രൈവസി ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സൈബർ സെക്യൂരിറ്റി ആണ്. എന്താണ് സൈബർ സെക്യൂരിറ്റി? ജസ്റ്റ് നോക്കാം. Nowadays, most of all activities are made through the internet. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്തിലൂടെ ചെയ്യുന്ന? ഇന്റർനെറ്റിലൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആക്ടിവിറ്റീസ് ഏതൊക്കെയാകാം? ഓൺലൈൻ ബാങ്കിങ് ആകാം, ഓൺലൈൻ പർച്ചേസിംഗ് ആവാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആകാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിപ്പോൾ ഏതിലൂടെ ചെയ്യുന്നത്? ത്രൂ ഇന്റർനെറ്റിലൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ദിസ്, ഇതിനുവേണ്ടി വി നീഡ് ടു ട്രാൻസ്ഫർ അവർ പേഴ്സണൽ ആൻഡ് കോൺഫിഡൻഷ്യൽ ഡാറ്റ ഓർ ഇൻഫോർമേഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ, ഇൻ ദിസ് സിറ്റുവേഷൻ വി മസ്റ്റ് നീഡ് ടു പ്രൊട്ടക്ട് അവർ പേഴ്സണൽ ഇൻഫോർമേഷൻ. ഓക്കെ, ഈ ഇത്തരം സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന നമ്മുടെ പേഴ്സണൽ ഡാറ്റ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്നത് സൈബർ സെക്യൂരിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർനെറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ടോ ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? വളരെയധികം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത്തരത്തിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത്? സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദി കോമൺ ത്രെഡ്സ് ദാറ്റ് എഫക്ട് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്കിലൂടെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആ നെറ്റ്വർക്കിൽ സാധാരണ സംഭവിക്കുന്ന ത്രെഡ്സ് ഏതൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ വൈറസ് ആണ്. വൈറസ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ വൈറസ്? എ കമ്പ്യൂട്ടർ വൈറസ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു അനദർ പ്രോഗ്രാം ഓർ ഫയൽ enabling it to spread from one computer to another computer. Okay, and it interfere with the normal operation of a computer. ഇത്രയേ ഉള്ളൂ. ഈസ് എ പ്രോഗ്രാം. വൈറസ് പറഞ്ഞതാണ് ഒരു പ്രോഗ്രാമാണ്. ഇത്തരം പ്രോഗ്രാംസ് എന്താ സംഭവിക്കാം? ചില ഫയലിന്റെ കൂടെയോ അല്ലെങ്കിൽ ചില പ്രോഗ്രാമിന്റെ കൂടെ ഓട്ടോമാറ്റിക് അറ്റാച്ച് ചെയ്ത് വരും. ഓക്കെ, ഇത്തരം അറ്റാച്ച് ചെയ്തിരുന്ന ഫയൽ നമ്മൾ മറ്റൊരു സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് ആ സിസ്റ്റത്തിൽ അത് എഫക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇത്തരം ഫയൽസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഏതൊക്കെ സിസ്റ്റത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലൊക്കെ എന്ത് ചെയ്യും? ഇത്തരം വൈറസുകൾ, പ്രോഗ്രാം വൈറസുകൾ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതെന്തിന് കാരണമാവും? അതിന്റെ നോർമൽ ഓപ്പറേഷനും ആ കമ്പ്യൂട്ടറിന്റെ നോർമൽ ഓപ്പറേഷനെ എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വേം ആണ്. എന്താണ് വേം? ഇറ്റ് ഈസ് എ മാൽവെയർ പ്രോഗ്രാം that replicates itself in order to spread to other computer. അതായത് മാൽവെയർ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഇതുപോലെ വൈറസ് പോലെ തന്നെയാണ്. ഓക്കെ, അത്തരം വൈറസുകൾ എന്താ സംഭവിക്കുക? ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും തനിയെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും.
ഓരോ സിസ്റ്റത്തിലും എത്തുമ്പോഴും അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, തനിയെ അർച്ചിച്ചുകൊണ്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് മേ കോസ് സ്ലോ ഡാറ്റ ട്രാഫിക്. നെറ്റ്വർക്കിന്റെ ട്രാഫിക് സ്ലോ ആക്കാൻ സാധ്യതയുണ്ട് ഇത്തരം വൈറസുകൾ, വോം വൈറസുകൾ. ഓക്കെ, നെക്സ്റ്റ് ട്രോജൻ ഹോഴ്സ് ആണ്. ഇറ്റ്സ് വിൽ അപ്പിയർ ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. ഇത് കാണപ്പെടുന്ന എന്ത് രീതിയിലാണ്, നമുക്ക് ആവശ്യമുള്ള ഫയൽ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ബട്ട് വിൽ ആക്ച്വലി ഡു ഡാമേജ് ഓൺ ദി സിസ്റ്റം. പക്ഷെ ആക്ച്വലി ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റത്തിനെ ഡാമേജ് വരുത്തും. ഏത് രീതിയിൽ, ബൈ ഡിലീറ്റിംഗ് ഫയൽസ് ആൻഡ് ഡിസ്ട്രോയിങ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫയലിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടോ ട്രോജൻ ഹോൾസ് നമ്മുടെ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്പേംസ് ആണ്. ഓക്കെ, സ്പേംസ് ഓർ ജങ്ക് മെയിൽസ്. ജങ്ക് മെയിൽ എന്താ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ജങ്ക് മെയിൽസ് ആർ അൺവാണ്ടഡ് ഇമെയിൽസ്. ആവശ്യമില്ലാത്ത ഇമെയിൽ കളക്ഷൻ നമുക്ക് തന്നെ സ്പേംസ് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരാ സെൻഡ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു കമ്പനി. അത്തരം അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത മെയിൽസിനെ നമ്മൾ തരുന്ന സ്പേംസ് അല്ലെങ്കിൽ ജങ്ക് മെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പേംസ് അയക്കാൻ നമ്മുടെ അഡ്രസ് അവർക്ക് വേണം. അപ്പൊ നമ്മുടെ അഡ്രസ് അവർ എവിടെ നിന്ന് കളക്ട് ചെയ്യും, ദി സ്പാമേഴ്സ് കളക്ട് ഇമെയിൽ അഡ്രസ് ഫ്രം ചാറ്റ് റൂം. നമ്മുടെ ചാറ്റ് റൂം കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ് അവർക്ക് കിട്ടും. നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് കിട്ടും, അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി അവർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമ്മുടെ മെയിൽ ഐ ഡി അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, അവരുടെ സർവീസിന്റെ ഡീറ്റെയിൽസ് ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ മെയിൽ ബോക്സിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത്തരം ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഇമെയിലിനെ നമ്മൾ എന്താ പറയുന്നത്, സ്പേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എഫക്ട് എന്താണ്, ഹാക്കിംഗ് ആണ്. എന്താണ് ഹാക്കിംഗ്? ഇറ്റ് ഈസ് എ ടെക്നിക്കൽ എഫേർട്ട് ടു മാനിപ്പുലേറ്റ് ദി നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻസ് ആൻഡ് കണക്റ്റഡ് സിസ്റ്റംസ്. ഓക്കെ, സാധാരണ നെറ്റ്വർക്കിനകത്തുള്ള ഒരു സിസ്റ്റത്തിന് ഒരു നോർമൽ ബിഹേവിയർ ഉണ്ട്. ഈ ബിഹേവിയറിൽ മാനിപ്പുലേഷൻസ് നടത്താൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ എഫേർട്ടാണ് നമുക്ക് തരുന്നത് ഹാക്കിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, വൺസ് അഗെയിൻ നെറ്റ്വർക്കിലുള്ള കണക്ഷനും അതുപോലെ നെറ്റ്വർക്കിനകത്തുള്ള കണക്റ്റഡ് സിസ്റ്റത്തിനും നോർമൽ ബിഹേവിയർ ഉണ്ട്, നോർമൽ വർക്കിംഗ് ബിഹേവിയർ ഉണ്ട്. ഓക്കെ, ആ നോർമൽ വർക്കിംഗ് ബിഹേവിയറിൽ മാനിപ്പുലേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ മെത്തേഡ് ദാറ്റ് ഇസ് കാൾഡ് ഹാക്കിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സാധാ വർക്കിംഗിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഏതിലൂടെ? ഇത്തരം ഹാക്കിങ്ങിലൂടെ. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാക്കിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്? വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് ആൻഡ് ഗ്രേ ഹാറ്റ്സ്. 3 രീതിയിലാണ് ഹാക്കിംഗ് നടക്കുന്നത്. ഏതൊക്കെയാണ്? വൈറ്റ് ഹാറ്റ്സ്, ബ്ലാക്ക് ഹാറ്റ്സ്, ഗ്രേ ഹാറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? വൈറ്റ് ഹാറ്റ് ആണ്. എന്താണ് വൈറ്റ് ഹാറ്റ്? The computer professionals hack the system or network to ensure the protection. Okay, ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ, അതായത് ആ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷണലോ എന്ത് ചെയ്യും, എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ അതിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ കൊടുത്ത പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി. അത്തരത്തിലുള്ള ഒരു ഹാക്കിങ്ങിനെ നമുക്ക് എന്ത് വരുന്നത്, വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൾറെഡി നെറ്റ്വർക്ക് നമ്മൾ സെറ്റ് ചെയ്തു, പിന്നെ കുറെ പ്രൊട്ടക്ഷൻസ് കമ്പ്യൂട്ടർ പ്രൊട്ടക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും രീതിയിൽ ആ പ്രൊട്ടക്ഷനെ തകർക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വൈറ്റ് ഹാറ്റ് ചെയ്യും. ഓക്കെ, അതാരാ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. എന്തിനു വേണ്ടി? ടു എൻഷുർ ദി പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ബ്ലാക്ക് ഹാറ്റ് ആണ്. ബ്ലാക്ക് ഹാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ the computer criminals hack the system for illegal activities. Okay, കമ്പ്യൂട്ടർ ക്രിമിനൽസ് ഉണ്ടായിരിക്കും. അത്രയും ക്രിമിനൽസ് എന്ത് ചെയ്യും, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിനെ എന്ത് ചെയ്യും, ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനെന്താണ് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ക്രിമിനൽസ് ചെയ്യുന്ന ഹാക്സിനെ നമുക്ക് തരുന്നത് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രേ ഹാറ്റ്സ് ആണ്. എന്താണ് ഗ്രേ ഹാറ്റ്സ് നോക്കാം. They sometimes act illegally. ഗ്രേ ഹാക്കേഴ്സ് ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യും, ഹാക്ക് ചെയ്യാൻ ശ്രമിക്കും. ദോ വിത്ത് ഗുഡ് ഇന്റൻഷൻസ് ടു ഐഡന്റിഫൈ ദി ലൂപ്പ് ഹോൾ. ഓക്കെ, അതായത് ചില ആളുകൾക്ക് എന്ത് ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അത്തരം സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യും, അത്തരം സിസ്റ്റത്തിൽ എന്ത് ചെയ്യും,
ഹാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അത് ഇല്ലീഗൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ ലൂപ്പ് ഹോൾ കണ്ടെത്താൻ ആരെ സഹായിക്കും? അത് ഡെവലപ്പ് ചെയ്ത കമ്പനിയെ സഹായിക്കും. ഓക്കെ, അത്തരം ഹാക്കിങ്ങിന് നമ്മൾ ഗ്രേ ഹാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ്. എന്താ ഫിഷിംഗ് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി തെഫ്റ്റ് ദാറ്റ് ഒക്കർ ഓൺലൈൻ ബൈ ക്രിയേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ വെബ്സൈറ്റിലൂടെ യൂസറിന്റെ ഐഡന്റിറ്റി തെഫ്റ്റ് ചെയ്യും. യൂസറിന്റെ ഏതൊക്കെ ഐഡന്റിറ്റി? യൂസർ നെയിം ആവാം, പാസ്വേഡ് ആവാം, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആകാം. ഓക്കെ, അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യും? ഹാക്കേഴ്സ് ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിനൊക്കെ തരുന്ന ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോർമൽ കേസിൽ ബാങ്കിങ് സെക്ഷനിലൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് SBTയുടെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ വെബ്സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ ആ യൂസർ നെയിം പാസ്വേഡ് ആർക്ക് അവൈലബിൾ ആവും? ഹാക്കേഴ്സിന് അവൈലബിൾ ആവും. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ളൊരു ഇല്ലീഗൽ ഓപ്പറേഷൻ പറയുന്നത് എന്താണ്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസറിന്റെ ID, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് തരുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഡെനിയൽ ഓഫ് സർവീസ് ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത്. എന്താണ് ഡോസ് അറ്റാക്ക് നോക്കാം. യൂഷ്വലി എയിംഡ് അറ്റ് സെർവേഴ്സ്. ഇത് സെർവേഴ്സിനെയാണ് മെയിൻ ആയിട്ട് എയിം ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കോസ് ഫോർ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ഓഫ് സെർവർ ഓർ കമ്പ്യൂട്ടർ. സെർവറിന്റെയോ കമ്പ്യൂട്ടറിനോ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളറിയാതെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് സെർവറിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഇനി ഇത്തരം ഡോസ് അറ്റാക്ക് എഫക്ട് ചെയ്ത കമ്പ്യൂട്ടേഴ്സിന് പറയുന്ന പേരാണ് സോംബീസ് എന്ന് പറയുന്നത്. ദി എഫക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കാൾഡ് സോംബീസ്. ഡോസ് അറ്റാക്ക് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ പറയുന്ന പേരാണ് സോംബീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് to an attack in which an attacker secretly interprets electronic message between the sender and the receiver and then capture, inserts and modify message during the transmission. Okay, അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഇടയിൽ സെൻഡറിന്റെയും റിസീവറിന്റെയും ഇടയിൽ ആരുണ്ടായിരിക്കും? ഇത്തരം അറ്റാക്കേഴ്സ് ഉണ്ടായിരിക്കും. മിഡിൽ കിടക്കുന്ന അറ്റാക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെന്ത് ചെയ്യും? അയക്കുന്ന മെസ്സേജസിൽ മാറ്റങ്ങൾ വരുത്തും. ആ മെസ്സേജ് ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ പുതിയ ആഡ് ചെയ്യുക, മെസ്സേജ് മാറ്റി കൊടുക്കുകയും മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ തെറ്റായ ഇൻഫോർമേഷൻ ആയിരിക്കും ആർക്ക് കിട്ടുന്നത്? റിസീവറിന് കിട്ടുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു മിഡിൽ അറ്റാക്കിന് എന്താണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് സെൻഡറിനെയും റിസീവറിനെയും ഇടയിലുള്ള മെസ്സേജ് ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ മാറ്റം വരുത്തും, മോഡിഫൈ ചെയ്യും, പുതിയത് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എവിടെ അവൈലബിൾ ആവുന്നുള്ളൂ? റിസീവറിൽ അവൈലബിൾ ആവുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ സെൻഡർ ഉദ്ദേശിച്ച മെസ്സേജ് ആയിരിക്കില്ല ആർക്ക് കിട്ടുക? റിസീവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള അറ്റാക്ക്. ഓക്കെ, അതാണ് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പ്രിവെന്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സ്. നെറ്റ്വർക്ക് അറ്റാക്സ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അതായത് ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ ഇന്റർനെറ്റിലൂടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും, അത് ആക്സസ് ചെയ്യും. അപ്പോൾ അത്രയും കാലം നമ്മൾ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യണം? നമ്മുടെ ഇൻഫോർമേഷനെയും നമ്മുടെ പേഴ്സണൽ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അത്രയും കാലം എന്തുണ്ടായിരിക്കും? ത്രെഡ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അത്തരം ത്രെഡ്സ് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഫയർവാൾ ആണ്. എങ്ങനെയാണ് ഫയർവാൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും? ഫയർവാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ത്രെഡ്സിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ്സ് സെക്യൂരിറ്റി ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ എ ഓർഗനൈസേഷൻ. ഓക്കെ, അതായത് ഫയർവാൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും സിസ്റ്റമാണ്. ഓക്കെ, ഇത് ഒരു ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും ഫയർവാൾ. എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് കൺട്രോൾ ദി ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്. ഓക്കെ, അതായത് നെറ്റ്വർക്കിലേക്ക് വരുന്ന ഇൻകമിംഗ് ഡാറ്റയും നെറ്റ്വർക്കിൽ നിന്ന് പോകുന്ന ഔട്ട് ഗോയിങ് ഡാറ്റയും എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഫയർവാളിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഹൈലി പ്രൊട്ടക്ഷൻ ആണ് ആര് തരുന്നത്? ഒരു ഫയർവാൾ എന്ന സിസ്റ്റം നമുക്ക് തരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ആന്റിവൈറസ് സ്കാനേഴ്സ് ആണ്. നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളതാണ് ആന്റിവൈറസ്. നമ്മുടെ സിസ്റ്റത്തിലുള്ള വൈറസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആന്റിവൈറസ് സ്കാനേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സ്കാൻസ് ദി കമ്പ്യൂട്ടർ ഫയൽസ് ആൻഡ് ഫൈൻഡ് ദി വൈറസ്. ഓക്കെ, ഫയൽ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഫയലിനെ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും, എന്നിട്ട് വൈറസിനെ കണ്ടെത്തും. എന്നിട്ട് ഇത്രയും കണ്ടെത്തിയ എഫക്ട് ചെയ്ത ഫയൽസിനെ, അത് വൈറസ് എഫക്ട് ചെയ്ത ഫയലിനെ ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് മാറ്റും. അത്തരം ഏരിയ പറയുന്ന പേരാണ് ക്വാറന്റൈൻ. ഓക്കെ, ക്വാറന്റൈൻ ഈസ് എ സ്പെഷ്യൽ ഏരിയ ഫോർ സ്റ്റോറിംഗ് വൈറസ് എഫക്റ്റഡ് ഫയൽസ്. വൈറസ് എഫക്ട് ചെയ്ത ഫയൽസിനെ സ്റ്റോർ ചെയ്യുന്ന സ്പെഷ്യൽ ഏരിയ പറയുന്ന പേരെന്താണ്, ക്വാറന്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് കുക്കീസ്. കുക്കീസ് ആർ സ്മാൾ ടെക്സ്റ്റ് ഫയൽസ്. ഒരു ചെറിയ ടെക്സ്റ്റ് ഫയലാണ്. ദാറ്റ് ആർ ക്രിയേറ്റഡ് വെൻ വി യൂസ് ദി ബ്രൗസർ ടു വിസിറ്റ് ഈ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്മാൾ ടെക്സ്റ്റ് ഫയലിനാണിത് കുക്കീസ്. ഓക്കെ, ഇറ്റ് കീപ് ട്രാക്ക് ഓഫ് അവർ മൂവ്മെന്റ്സ് വിത്തിൻ ദി വെബ്സൈറ്റ്. ഓക്കെ, ഈ ടെക്സ്റ്റ് ഫയൽ എന്താ കീപ്പ് ചെയ്യുക, എന്താ സ്റ്റോർ ചെയ്യുക, ആ ബ്രൗസറിൽ വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മൂവ്മെന്റ്സും അതിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് സേവ് ടൈം ആൻഡ് മേക്ക് ബ്രൗസിംഗ് എഫിഷ്യന്റ്. ഓക്കെ, തൊട്ട് മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ടെക്സ്റ്റ് ഫയൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൗസിംഗ് എഫിഷ്യന്റ് ആയി യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആക്ട് ആസ് എ സ്പൈവെയർ. ഓക്കെ, ഇത് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്പൈവെയർ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.